ഇന്നെന്താ സന്തോഷം അറിയോ, ഉച്ചയ്ക്കും വൈകിട്ട് ഓരോ കല്യാണത്തിന് പോകണം. സോ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി മാത്രം നോക്കിയാൽ മതിയെന്ന് സാരം. രാവിലെ ഫ്രീ ടൈം ഉള്ളതുകൊണ്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. കുറേ ആയി പോയിട്ട് വേഗം പോയി കുളിച്ച് റെഡിയായി. വെരി സിമ്പിൾ മേക്കപ്പ്. നനഞ്ഞ മുടി ചീകൽ എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയല്ല. അതുകൊണ്ട് വെറുതെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചു. പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായേ വണ്ടി സർവീസിന് കൊടുത്ത കാര്യം മറന്നുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ പിന്നോട്ട് നടന്നില്ല, ഒരു മടിയും കൂടാതെ നടക്കാമെന്ന് വിചാരിച്ചു. ഒരു 8 മണി ആയിട്ടുള്ളൂ. സൺഡേ ആയതുകൊണ്ട് റോഡിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. നടത്തം ആരോഗ്യത്തിന് ഉത്തമമാണല്ലോ. നടക്കുമ്പോൾ ആകെ ഒരു പേടി ഈ ശുനകൻ അദ്ദേഹത്തിനാണ്. പാവം വയ്യാ തോന്നുന്നു. അങ്ങനെ അമ്പലത്തിലെത്തി. ഇതാണ് ഞങ്ങളുടെ മുതുവല്ലി ശ്രീ ഉച്ചമഹാകാളി ടെമ്പിൾ. അടുത്ത ആഴ്ച തൊട്ട് പൂരാഘോഷം തുടങ്ങുക കേട്ടോ. അതാണ് ബാനറൊക്കെ കാണുന്നത്. സമാധാനമായി തൊഴുതു വന്നു. ആരും ശല്യപ്പെടുത്താനില്ലല്ലോ. ഈ സിന്ദൂരം ചന്ദനമൊക്കെ തൊട്ട ഒരു വല്ലാത്ത പ്രതീതിയല്ലേ. ഞാൻ അമ്പലത്തിൽ നിന്ന് സിന്ദൂരം കിട്ടുമ്പോൾ മാത്രമേ വയ്ക്കാറുള്ളൂ. അവിടുന്ന് നേരെ സൈറ്റിൽ വന്നു. ഫെറോസിമെൻറ്റിൻ്റെ ആൾ വന്നിട്ട് ഷെൽഫിന് മാർക്കൊക്കെ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആയിട്ടുണ്ടോ നോക്കാൻ വേണ്ടി വന്നതാ. കുറച്ച് കറക്ഷൻസ് ഉണ്ടായിരുന്നു. അവർ വരുമ്പോൾ നേരിട്ട് പറയാമെന്ന് കരുതി. പാടത്ത് തെങ്ങ് നനയ്ക്കാൻ വേണ്ടി അച്ഛനും കണ്ണേട്ടനും നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണേട്ടൻ്റെ കൂടെ നേരെ അപ്പാർട്ട്മെൻറ്റിലെത്തി. ഒരു എക്സ്ട്രീംലി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതും കഴിച്ച് നമ്മൾ ആദ്യത്തെ കല്യാണത്തിനുള്ള ഒരുക്കമായി. പഴേരി പാലസ് ഓഡിറ്റോറിയം ആയിരുന്നു നമ്മുടെ ലൊക്കേഷൻ. അത് നടന്നു പോകാനുള്ള ഡിസ്റ്റൻസ് അല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ നടന്ന് അവിടെ എത്തി. എന്താണെന്നറിയില്ല, തീരെ തിരക്കേ ഇല്ല അല്ലേ. കുറച്ച് നേരം ചെക്കനെയും പെണ്ണിനെയൊക്കെ കണ്ട് അവിടെ തന്നെ ഇരുന്നു. ആരും ഇല്ലാത്തതുകൊണ്ട് ഒരു അരമണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ഫുഡ് കഴിക്കുന്ന ഹാളിൽ കയറി. നല്ല സദ്യ. കുറേ കാലമായിരുന്നു ഒരു സദ്യ കഴിച്ചിട്ട്. പൊതുവേ എനിക്ക് കല്യാണം ഇഷ്ടമല്ല, റിസപ്ഷന് പോകാനാണ് ഇൻട്രസ്റ്റ്. സദ്യ ഇഷ്ടമല്ല, അത്ര തന്നെ. സദ്യ കഴിച്ചാൽ പിന്നെ മുറുക്കൽ നിർബന്ധം. മുറുക്കലിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കണ്ണേട്ടൻ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പൊരി വെയിൽ. അമ്മ അസഹ്യം. വലിഞ്ഞു നടന്നു. തല എനിക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്നും നോക്കിയില്ല, ഒറ്റ കിടത്തം. കുറച്ചു നേരം ഉറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഉറക്കമില്ലാത്ത ഈ 2 ജന്മങ്ങൾ എന്തൊക്കെയോ പേപ്പർ ക്രാഫ്റ്റ് ചെയ്ത് കാണിച്ചു തരാൻ വന്നേക്കുക. പിന്നെ വീണ്ടും ഫ്രഷായി. എന്തിനാ, അടുത്ത വെഡ്ഡിങ് റിസപ്ഷന് പോകണം. വീണ്ടും റെഡിയായി. അമ്മ ഒരുക്കിയൊരു വെറൈറ്റിക്ക്. എന്നിട്ട് നേരെ വിട്ടു പൊന്നംകോട്. അവിടെയായിരുന്നു അടുത്ത പരിപാടി. കരിമ്പാലയിൽ ഓഡിറ്റോറിയത്തിലെത്തി. അതായിരുന്നു നമ്മുടെ അടുത്ത ലൊക്കേഷൻ. ഒരു വമ്പൻ ആംബിയൻസ് ഉള്ള ഒരു നല്ല ഓഡിറ്റോറിയമാണ് കേട്ടോ. കാഞ്ഞിരപ്പുഴ ഫുൾ ടീംസും ഉണ്ടായിരുന്നു. എല്ലാവരോടും കുറച്ചു നേരം സംസാരിച്ചിരുന്നു. ചെക്കനെയും പെണ്ണിനെയും കണ്ടു. വീണ്ടും ഫുഡടി. ഇന്ന് വീട്ടിലേക്ക് മെയിൻ ഡോർ ഡെലിവറി ഉണ്ടെന്ന് രാവിലെ തൊട്ട് പറഞ്ഞെങ്കിലും റിസപ്ഷന് വരണ വരെ വന്നിട്ടുണ്ടായില്ല. കറക്റ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വരണ ടൈമിലായപ്പോഴേക്കും ഡോർ വന്നു എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചു. പിന്നെ അവിടെ നിന്നിട്ട് എന്താ കാര്യം, ശരം വിട്ട പോലെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. വീണ്ടും വീട്ടിലെത്തി. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ആദ്യപ്പോഴത്തേനും ഡാൻസ് പരിപാടി ഉണ്ടായിരുന്നു. അവനെ പകുതി വഴിയിൽ ഇറക്കി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തിയപ്പോഴേക്കും ഡോറൊക്കെ അവർ ഡെലിവറി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാതെ പോകുന്നത് മാത്രം മെച്ചം കിട്ടി. അങ്ങനെ ശുഭമായി. അത്രയേ ഉള്ളൂ കേട്ടോ. ബൈ ബൈ. സി